ഗൈസ് അപ്പം ഇപ്പം നമ്മൾ വീട്ടിലേക്ക് എന്തേ അപ്പം ഉണ്ട് ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് ബസ്സിന് ഇറക്കി ഇവിടെ നടക്കണം. പറയുന്ന പോലെ ഞാൻ ഇന്ന് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് കേട്ടോ, അതായത് സാറ്റർഡേ. അപ്പോഴാണ് ഞാൻ എടപ്പാളിൽ നിന്ന് ബസ് കയറി പട്ടാമ്പി സ്റ്റാൻഡിലേക്ക് ബസ് കയറിയിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ തൊട്ടിരിക്കുന്ന ചേച്ചി വിളിക്കുന്നു, മോളെ എണീക്ക്, ഇവിടെ ബസ് അങ്ങോട്ടേക്ക് പോകില്ലാന്ന്. അപ്പോൾ ഞാൻ എന്താ ചേച്ചി ചോദിച്ചപ്പോൾ റോഡ് പണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാലത്തിൽ എന്തോ പണി നടക്കണമെന്ന്. അപ്പോൾ ഞാൻ ഒരു കടലയും വാങ്ങിയിട്ട് ഞാൻ നേരെ പട്ടാമ്പി സ്റ്റാൻഡിലേക്ക് നടക്കും. ഞാൻ മാത്രമല്ല കേട്ടോ, ബസ്സിൽ കയറിയ മിക്ക പേരും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാൻഡ് എത്തിയല്ലോ, ഞാൻ ഈ കടലിൽ നിന്നിട്ട് എൻ്റെ സ്റ്റാൻഡ് എത്താനാകുമ്പോൾ ഞാൻ പെട്ടെന്ന് കടലിൽ, കാരണം സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്നാക്സ് അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡ് എത്തിയപ്പോൾ കണ്ടത് അത്ഭുതകരമായ കാഴ്ചയാണ്. ഒരു ബസ് പോലും അവിടെ കാണുന്നില്ല കേട്ടോ. ഒറ്റ ബസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ബസ് പോലും അവിടെ ഇല്ല. ഷോപ്പുകളാണെങ്കിൽ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് പാലക്കാട് പോകണമായിരുന്നു. അപ്പോൾ പറഞ്ഞു, മോൾ ഇന്നലെ രാത്രി ഇവിടെ ക്ലോസ് ചെയ്തതാണ്, ഇവിടേക്ക് ബസ്സൊന്നും വരുന്നില്ല. കണ്ടത് എൻ്റെ ബസ്സിൽ കയറിയ ആൾക്കാരാണ്, എല്ലാവരും തിരിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് അറിയുന്നില്ല എങ്ങോട്ടേക്കാണ് നടക്കണത്, എന്താ ചെയ്യേണ്ടത് എന്നൊരു അവസ്ഥ എനിക്ക് അറിയില്ല. ഞാൻ ചേട്ടനോട് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, എന്നാൽ നീ കൂട്ടുപാത ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഷൊർണൂർ ബസ്സിൽ ആ വഴിക്ക് പൊക്കൂടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെയാണെന്ന്. അറിഞ്ഞാൽ ഞാൻ അവിടെ നമ്മൾ ചെയ്തിട്ട് ബസ് ഇറങ്ങിയിട്ട് ആ വേറെ ബസ് കയറിട്ടോ. നടന്ന് മേലെ പട്ടാമ്പ് വരെ നടക്കണം. സത്യം പറഞ്ഞ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഈ വെയിലത്ത്, ഒരു വെയിലത്ത് ഈ അമ്മമാര് കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ചൂടടിച്ചുകൊണ്ട് ഞാൻ ഈ കടയിൽ കയറിയിട്ട് ഒരു സോഡ എന്തായാലും കുടിച്ചു, കാരണം അത്രയ്ക്ക് ഞാൻ വയ്യാതെയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അവസാനം ഈ മേലെ പട്ടാമ്പി വന്നിട്ടാണ് ബസ് കയറിയത്. ഞാൻ അവിടെ നിന്ന് ഒരു സെൻട്രൽ ഫിഷൻ വാങ്ങിച്ചാൽ ചവച്ച് വേണ്ടിയിരിക്കുന്നു. ബസ്സിലെത്തിയിട്ട് പൊരിഞ്ഞ വെയിലായിരുന്നു, ചൂട്. ഞാൻ അങ്ങനെ അവിടെ ടയേർഡായിട്ട് സെൻട്രൽ ഫിഷൻ ചവച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഏതായാലും ബസ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇങ്ങോട്ട് ഉറങ്ങിയിട്ട്, ബസ്സിൽ കയറി എനിക്ക് അപ്പം തന്നെ ഉറങ്ങണം. അപ്പം ഞാൻ എന്തായാലും ഉറങ്ങി, ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് മുടിക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മുടി ഇപ്പം നല്ലോണം കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ കഷണ്ടി ആവുന്ന ഒരു ഫീൽ ഉണ്ട്. ഞാൻ എന്തായാലും ടൗണിൽ എത്തിയിട്ടുണ്ട്. എന്നും പോലെ KSRTC ഇറങ്ങി എൻ്റെ അനിയനും വെയിറ്റ് ചെയ്ത് 2 ബസ്സും പോയി, അവനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. വെയിലിനാണെങ്കിൽ ഒട്ടും കുറവില്ലായിരുന്നു കേട്ടോ, നല്ല വെയിലാണ്. സമയം എന്തായാലും ഒരു 5 മണി ആ ഒരു ഇതായിട്ടുണ്ട്. പിന്നെ അവസാനം എൻ്റെ അനിയൻ വന്നു, സൂര്യൻപള്ളി സോറി എന്നും പറയുന്നത്, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നതന്നെയല്ലേ ഞാൻ ചീത്ത പറയുന്നത്. പിന്നെ അവനോട് ഞാൻ ഈ നടന്ന കഥകളൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെ ബസ്സില്ലായിരുന്നോടെ ഞാൻ ഇത്രയും ദൂരം നടന്നിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്നും പോകുന്ന പോലെ കടയിൽ പോയിട്ട് കുറച്ച് സ്നാക്സും വാങ്ങിയിട്ടോ. എന്നും നമ്മൾ ബസ് ഞാൻ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഈ അരുൺ ബേക്കറിയിലേക്കായിരിക്കും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താ വാങ്ങിക്കാമെന്നായിരുന്നു ആദ്യം ടയേർഡ്. പിന്നെ ഇപ്പം എൻ്റെ അനിയൻ ഇങ്ങനെ തലയൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സും വാങ്ങിയിട്ട് നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ വിഷയം ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഇറങ്ങിയത് ഓഫീസിൽ നിന്ന്. അപ്പോൾ വിശന്ന് കരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, ഒന്നാമത് വെയിൽ കൊണ്ട് കരിഞ്ഞിരിക്കുക. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇതാ വീണ്ടും ബ്ലോക്കിൽ പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പോലീസ് എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ മൈതാനം എത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ തള്ളി നീക്കിയിട്ട്. പിന്നെ നമ്മൾ നേരെ കണ്ട റോഡ് സിഗ്നലാണ്, അപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് നേരം ലേറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നത്, എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെയാണ് അവസ്ഥ, എന്നും ഇങ്ങനെ തന്നെ ആടാന്ന്. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞു, 2 കുട്ടികളെ പോയപ്പോൾ എങ്ങനെയുണ്ട് സൂര്യമോളെ സുന്ദരിയല്ലേന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആടാ, എൻ്റെ അത്ര വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഞങ്ങളുടെ വീട്. ഇത് എന്താ പറയുക, ഇതാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് കേട്ടോ. അവസാനം ഞാൻ എൻ്റെ സ്വർഗം, എൻ്റെ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഉമ്മ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അവിടെ എൻ്റെ സ്വർഗമാണ്, എൻ്റെ വീട്ടിലെത്തിയെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ആകസ്മികമായിട്ട് ടാസ്കുകളൊക്കെ കടന്നിട്ട് ഞാൻ എൻ്റെ വീട് എത്തിയിട്ടുണ്ട്. എത്ര വീഡിയോ. താങ്ക് യു.